തോട്ടുമുഖത്ത് ഞാൻ പ്രസംഗിച്ചത് സ്വർഗം ചോദിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നാണ്. സ്വർഗം ചോദിക്കാൻ പറ്റൂല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. സ്വർഗം ചോദിക്കാൻ നിങ്ങൾ തെളിവ് ഉദ്ധരിച്ചിട്ടില്ല. ഹദീസ് ലഈഫാണെങ്കിൽ അത് ലഈഫാണ്. മുസ്ലിയാരെ, ഈ ഹദീസ് ഈ വിഷയത്തിന് പറ്റൂല. കണ്ടോ, ഈ ഹദീസിന്റെ സനദുകള്, ഇത് ലഈഫ്, ദുഅഫുണ്ട്, ഏതെങ്കിലും ഒരു വ്യക്തിയിൽ ദുഅഫുണ്ട്, അല്ലെങ്കിൽ മുഴുവൻ സനദും സനദിന്റെ മുഴുവൻ റാവികളും അത് ലഈഫാണ് എന്ന് പറയേണ്ട ബാധ്യത നിങ്ങൾക്കാണ്. അങ്ങനെ അത് തള്ളിക്കളഞ്ഞോളൂ, ഹദീസ് ലഈഫാണെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ എന്നാലും വിഷയത്തിന് പരിഹാരമാവൂലല്ലോ. സ്വർഗം ചോദിക്കാൻ പറ്റൂല, നരകത്തിൽ നിന്ന് മോചനം ചോദിക്കാൻ പറ്റൂല, ഹിദായത്ത് ചോദിക്കാൻ പറ്റൂല, അത് ആഫിയത്ത് ചോദിക്കാൻ പറ്റൂല. അള്ളാഹുവിനോട് ചോദിക്കുന്ന കാര്യങ്ങളും അള്ളാഹുവിൽ നിന്ന് മാത്രം ലഭിക്കുന്ന കാര്യങ്ങളൊന്ന് മുസ്ലിം ലോകം ഇന്നുവരെ വിശ്വസിച്ചിരുന്ന ഒട്ടനവധി കാര്യങ്ങളാണ് തോട്ടുമുഖത്തെ പ്രസംഗത്തിൽ ഞാൻ ഉദ്ധരിച്ചത്. അതൊക്കെ ഏതെങ്കിലും ഒരു സൃഷ്ടിയോട് ചോദിക്കാൻ പറ്റുമോ? പറ്റുകയില്ല എന്നാണ് ഞാൻ വാദിച്ചത്. അത് പറ്റുമോ? ഇവിടെ പറ്റുമെന്ന് മുസ്ലിങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് തെളിവില്ല. തെളിവായി ഉദ്ധരിക്കുന്നതൊന്നും യഥാർത്ഥത്തിൽ തെളിവല്ല എന്നാണ് ഞാൻ തോട്ടുമുഖത്ത് പറഞ്ഞത്. അതുകൊണ്ട് തോട്ടുമുഖത്ത് ഞാൻ പറഞ്ഞ എന്റെ പ്രസംഗത്തിലെ ഏതെങ്കിലും ഒരു ആയത്ത്, ആ ആയത്ത് നിങ്ങൾക്ക് ഉദ്ധരിച്ചുകൊണ്ട്, മുസ്ലിയാരെ, ഈ ആയത്ത് നിങ്ങൾ ഉദ്ധരിച്ചത് തെറ്റാണ്, നിങ്ങൾ ഉദ്ദേശിച്ച ആശയമല്ല ഇത്, മറിച്ച് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ആശയമാണ്. ഇപ്പൊ അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, അല്ലെങ്കിൽ വലൗ അന്നഹും യളമു അൻഫുസഹും, ഇത്തരം ആയത്തുകളും ഹദീസുകളും ഒക്കെ തന്നെ ഞാൻ ഉദ്ധരിച്ചത് ഇത് ഞങ്ങൾക്ക് അനുകൂലമായ തെളിവാണ്. റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിച്ചിട്ടുണ്ട്. ഇതാ ഇന്ന സ്വഹാബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അല്ലെങ്കിൽ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, അല്ലെങ്കിൽ സ്വഹാബാക്കളിൽ ആരെങ്കിലും റബീഅത്ത് സ്വർഗം കൊടുക്കാമെന്ന് റസൂലുള്ളാഹി പറഞ്ഞതല്ലേ? അതുകൊണ്ട് നമുക്ക് സ്വർഗം കിട്ടുവാണെങ്കിൽ നല്ലതല്ലേ? ഓരൊറ്റ സ്വഹാബി എന്തേ ചോദിക്കാതിരുന്നത്? റബീഅത്ത് സ്വർഗം കൊടുക്കാമെന്നുള്ള പറഞ്ഞതല്ലേ? അപ്പൊ പിന്നെ നമുക്കും ചോദിക്കാലോ. ഈ അല്ലാഹുവിന്റെ റസൂല് മന്ത്രിച്ചവരെ കുറിച്ച്, മന്ത്രത്തെക്കുറിച്ച് അവർ മന്ത്രിക്കാത്തവരും, അഥവാ മഹ്ശറയില് വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കുന്ന ആളുകളെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞപ്പോ ഉക്കാശ എണീറ്റ് ചോദിച്ചു, നബിയെ, ആ കൂട്ടത്തിൽ ഞാൻ പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അതെ, അന്ന മിൻഹും, നീ ആ കൂട്ടത്തിൽപ്പെട്ടയാളാണ്. മറ്റൊരാള് റജുലുൻ ആഖർ എണീറ്റ് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി എന്താണ് പറഞ്ഞത്? അത് ഉക്കാശ കൊണ്ടുപോയി എന്ന്. അപ്പൊ ഇത്തരം സംഭവങ്ങൾ മുഅ്ജിസത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ റസൂലുള്ളാഹി ചിലപ്പോൾ ഉദ്ധരിക്കുന്ന ചില വിഷയങ്ങളുടെ യാഥാർത്ഥ്യം അതാണ്. റസൂലുള്ളാഹി അടുത്തയാൾക്ക് സ്വർഗം കൊടുത്തോ? എന്തേ അദ്ദേഹത്തോട് റസൂലുള്ളാഹിക്ക് വല്ല വിരോധം ഉണ്ടായോ? ഉക്കാശക്ക് മാത്രം സ്വർഗം ചോദിച്ചപ്പോ കൊടുത്തു, അടുത്ത ആൾ എണീറ്റെന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി പറഞ്ഞു അത് ഉക്കാശ കൊണ്ടുപോയി എന്ന്. അതെന്തേ അങ്ങനെ പറഞ്ഞത്? എന്തേ റസൂലുള്ളാഹി ഉക്കാശക്ക് കൊടുക്കാതിരുന്നത്? അല്ല, രണ്ടാമത്തെ ആൾ കൊടുക്കാതിരുന്നത്? ഉക്കാശയോട് മാത്രം പ്രത്യേകമായ ഒരു സ്നേഹം, അടുത്ത ആളോട് ഒരു സ്നേഹം ഇല്ലായ്മ കണ്ടോ? അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇത്തരം ഹദീസുകളെ മുസ്ലിം ലോകം മനസ്സിലാക്കിയത് ഇതേ രൂപത്തിലാണ്. അള്ളാഹുവിന്റെ റസൂല് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പറയുന്ന വാക്കുകളോ മറ്റോ നമുക്ക് അത് തെളിവ് പിടിച്ചുകൊണ്ട് അതിനെ അനുകരിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ് ഈ ഉക്കാശ സംഭവം പോലെ തന്നെ. അതുകൊണ്ടാണല്ലോ ഒരൊറ്റ സ്വഹാബി പോലും അള്ളാഹുവിന്റെ റസൂലിനോട് ഈ സംഭവത്തെ ആസ്പദമാക്കി സ്വർഗം ചോദിച്ചതായി തെളിയിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? ഏതെങ്കിലും ഒരു സ്വഹാബി റസൂലുള്ളാഹി സ്വർഗം ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹദീസ് ഉദ്ധരിച്ച് എന്റെ വാദത്തെ ഖണ്ഡിക്കാൻ നിങ്ങളെ കണ്ട് പറ്റുമോ? നിങ്ങളോട് ഞാൻ ചോദിക്കുകയല്ല, എന്റെ മറുപടി ചോദ്യ രൂപത്തിലാണ്. എന്റെ വിശദീകരണം പോരെങ്കിൽ, അഥവാ ഇതാ സ്വർഗം ചോദിക്കാമെന്ന് നിങ്ങൾ തെളിഞ്ഞിരിക്കുകയാണ്, റസൂലുള്ളാഹിക്ക് സ്വർഗം ചോദിക്കാം, റസൂലുള്ളാഹിക്ക് സ്വർഗം തരാനുള്ള അധികാരവും അവകാശവും സ്വാതന്ത്ര്യവും ഉണ്ട് എന്ന് നിങ്ങൾ സമ്മതിച്ചിരിക്കുകയാണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊന്ന് പ്രഖ്യാപിക്കാമോ അത്? എങ്കിൽ ഇതാ ഞാൻ ചോദിക്കുന്നു, ആ ഹദീസിന്റെ വെളിച്ചത്തില് ലക്ഷക്കണക്കിന് സ്വഹാബാക്കൾ ഉണ്ടായിരുന്നല്ലോ. അവരിൽ ആരെങ്കിലും ഒരു സ്വഹാബി റസൂലുള്ളാഹിയുടെ അടുക്കൽ ചെന്നിട്ട്, നബിയെ, അസ്അലുക്കൽ ജന്ന,
ഞാൻ അങ്ങയോട് സ്വർഗം ചോദിക്കുന്നു എന്ന് പറയുന്നതായിട്ട് നിങ്ങൾക്ക് ഉദ്ധരിക്കാമോ, നിങ്ങൾക്ക് തെളിയിക്കാമോ? മുസ്ലിയാരെ അല്ലെങ്കിൽ മൗലവി, ഇതാ നിങ്ങൾ പറഞ്ഞ വാദം ശരിയല്ല. ഈ ഇന്ന ഹദീസില് റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിച്ചതായി കാണുന്നുണ്ട്. അത് മുസ്ലിമിന്റെ ഹദീസിനെ വെല്ലുന്ന ഹദീസാണ്, അതിനെ മറികടക്കുന്ന അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്ന ഹദീസാണ്.